മഹാകാരുണ്യവാനും സ്നേഹം തന്നെയായ സർവശക്തനുമായ ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാലും കരുണയാലും ഓരോ ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതിനെ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിരുനാമത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തെ തന്നെ നമുക്ക് ആശ്രയിക്കുകയും ചെയ്യാം. തീർന്നു പോകാത്ത അവൻ്റെ കരുണ, മാറിപ്പോകാത്ത അവൻ്റെ ദയ, അവിടുത്തെ വിശ്വസ്തത. സങ്കീർത്തനം പറയുന്നുണ്ട്, അവൻ്റെ വിശ്വസ്തത വലിയതെന്ന് പറയുന്നത്. നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു നാളെ മാറ്റമില്ല എന്ന്. ഇവിടെ ആ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് അനുതാപത്തോടെ വരുന്ന ഒരു ഭാവിയുടെ പ്രാർത്ഥന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ചേർത്ത് വെക്കാൻ കഴിയുന്ന, ചേർത്ത് വെക്കേണ്ടതായ ഒരു സങ്കീർത്തനമാണ്. ഒരിക്കലെങ്കിലും ഇത് സത്യമായ അനുതാപത്തോടെ ചൊല്ലുക, അത് ഒരു ഏറ്റവും മഹത്തരമായൊരു കാര്യമാണ്. ഈ 51-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുമ്പോൾ എൻ്റെ ഹെഡിങ്ങിൽ പറയുന്നത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. ബത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത്. ഊരിയാവിൻ്റെ ഭാര്യയായ ബത്ശേബയുമായുള്ള അവിഹിതമായ അവളെ സ്വന്തമാക്കാനുള്ള ആ വ്യഗ്രതയിൽ തൻ്റെ ഇതെല്ലാം മറന്നുപോയ, നീതിയെല്ലാം മറന്നുപോയ ദാവീദിന് തെറ്റ് സംഭവിച്ചു. എന്നാൽ അത് നാഥാൻ പ്രവാചകൻ വന്ന് അറിയിച്ചപ്പോൾ തൻ്റെ രാജാധികാരത്താൽ നാഥാൻ പ്രവാചകനെ ഇല്ലായ്മ ചെയ്യുവാനല്ല, മറിച്ച് തൻ്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട്, അതേ ഞാൻ പാപം ചെയ്തു പോയി എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അനുതാപത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്ന ദാവീദിൻ്റെ അനുതാപ സങ്കീർത്തനമാണ് ഇതെന്നാണ് നമുക്ക് അതിൻ്റെ ഹെഡിൽ കാണുന്നത്. അനുതാപത്തിൻ്റെ ഒരു സങ്കീർത്തനം. പാശ്ചാത്യ പൗരസ്ത്യ സഭകളിലെല്ലാം മിക്കവാറും എല്ലാ ആരാധനകളും ഇത് ആവർത്തിച്ച് ഉരുവിടുന്നത് കാണാം. ഇതിനകത്ത് ചില കാര്യങ്ങളിൽ പുതിയ നിയമസഭയുമായിട്ട് വ്യത്യാസമുണ്ട്. ഇത് ഇന്നും പഴയ നിയമത്തിൻ്റെ ഒരു ഇതിൽ അനേകർ അതങ്ങനെ തന്നെ പ്രസംഗിക്കുന്നുണ്ട്. നിൻ്റെ ആത്മാവിനെ നിന്ന് എടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ വിചാരിക്കുന്നു. അതിലൂടെ നമുക്ക് 1-ാമത്തെ വാക്യത്തിൽ തന്നെ കാണുകയാണ്, ദൈവമേ നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നമ്മൾ വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇവിടെ 3-ാമത്തെ അധ്യായം നമ്മളത് ബൈഹാർട്ടാക്കുന്നത്, നമ്മുടെ ഹൃദ്യസ്ഥമാക്കുന്ന നല്ലൊരു വാക്യമാണ്. കഴിയുന്നതും ദൈവവചനങ്ങൾ നമ്മൾ ഹൃദ്യസ്ഥമാക്കുമ്പോൾ ജീവനായിട്ട് നമുക്കത് മാറുകയാണ്, നമ്മുടെ അസ്ഥികൾക്ക് ബലമായിട്ടൊക്കെ മാറുകയാണ്. അതിൻ്റെ 3-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ഉണ്ടോ? ദൈവത്തിൻ്റെ ദയ, അത് കരുണ തീർന്നു, അത് രാവിലെ തോറും പുതിയതാണ്. മേഴ്സിഫുൾ ഓഫ് ഗോഡ്നെസ്, ദൈവത്തിൻ്റെ മേഴ്സീസ്, ദൈവത്തിൻ്റെ കരുണ, അത് രാവിലെ തോറും, ദൈവത്തിൻ്റെ ദയ, അത് രാവിലെ തോറും പുതിയതാണ്. ഇവിടെ പറയുകയാണ്, ആ കരുണയിൽ ആസ്വദിച്ചുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുകയും നിൻ്റെ ദയക്കത്തക്കൊണ്ട് എന്നോട് കൃപയുണ്ട്. കൃപ അനർഹമായി ലഭിക്കുന്നതാണ് കൃപ എന്ന് പറയുന്നത്. അർഹരായവർക്ക് ലഭിക്കുന്നത് കൃപയല്ല, ഔദാര്യവുമല്ല. ഇത് കൃപ എന്ന് പറയുന്നത് അനർഹരായവർക്ക്, യോഗ്യതയില്ലാത്തവർക്ക് ലഭ്യമാകുന്നതാണ് കൃപ എന്ന് പറയുന്നത്. ഇവിടെ ഓരോരുത്തർക്കും വേണ്ടത് ആ കൃപയാണ്, ദൈവത്തിൻ്റെ കൃപ. തിരുവചന അവസാനിക്കുന്നതിന് വെളിപാട് പുസ്തകത്തിൽ അവസാനിക്കുന്നതിന് ദൈവത്തിൻ്റെ യേശുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടി ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് കൃപ. പൗലോസ് അപ്പോസ്തലനൊക്കെ സങ്കീർത്തന ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ ഓരോന്നും കൃപയും സമാധാനവും എന്ന് പറഞ്ഞ് ചേർത്ത് എഴുതുകയാണ്. കൃപയുള്ള ജീവിതത്തിൽ സമാധാനമുണ്ട്. അത് അവസാനിപ്പിക്കുന്നു അങ്ങനെ തന്നെ, കൃപയോടുകൂടി, ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവോടുകൂടി ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് കൃപ ഏറ്റവും മനോഹരമായിട്ടാണ്. ഇവിടെ 2ാമത് പറയുന്നത്, എന്നെ നന്നായി കഴുകി എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണം, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടുപ്പാക്കണമേ. ഇതൊന്നും നമുക്ക് എക്സ്പ്ലനേഷൻ കൂടാതെ തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലുമ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ശക്തിയാണ് അതെന്ന് പറയുന്നത്. ഇവിടെ പറയും, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടുപ്പാക്കണമേ, എൻ്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു.
അന്തർഭാഗത്തിലെ സത്യമല്ലോ നിശ്ചയിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. നിയമത്തെക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാപങ്ങളെ കാണാത്തവണ്ണം നിൻ്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനിൽ പുതുക്കണമേ. നിന്റെ സന്നിധി എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്ന് എടുക്കുകയും വരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. 12-ാമത്തെ വാക്യം വരെ അവിടെ പാപക്ഷമയ്ക്ക് വേണ്ടി, നിർമ്മലമായ ഹൃദയത്തിന് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയാണ്, യാചനയാണ്. ഇവിടെ എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എന്നാണ് 3-ാമത്തെ വാക്യം പറയുന്നത്. പാപിയാണെന്നറിയുക, തൻ്റെ തെറ്ററിയുക, അതാണ് ഏറ്റവും ഉത്തമമായ ഭാവം എന്ന് പറയുന്നത്. പശ്ചാത്താപത്തിന് ഏറ്റവും വേണ്ടത് ഞാൻ പാപിയാണെന്ന് തിരിച്ചറിയുകയാണ്. തിരിച്ചറിവുള്ള ഹൃദയത്തിൽ നിന്ന് പാപബോധം വരികയുള്ളൂ, പാപക്ഷമയുടെ പ്രാർത്ഥന വരികയുള്ളൂ. ചരിത്രത്തിൽ വളരെ രസകരമായൊരു കാര്യമുണ്ട്, ചിന്തോദ്ദീപകമാണ്ടാണ്. ന്യൂസിലൻഡിലെ ഹൊക്കിറ്റിക്ക പോസ്റ്റ് ഓഫീസിൽ എത്തിയൊരു കത്തിൻ്റെ മേൽവിലാസം ഹൊക്കിറ്റിക്കയിലുള്ള ഏതെങ്കിലും പാപിക്കെന്നായിരുന്നു. എന്നാൽ അത് കൈപ്പറ്റാൻ ആരുമില്ലാതെ 30 ദിവസം അത് ആ ഓഫീസ് സൂക്ഷിച്ച്, എന്നിട്ട് അതവർ അയച്ച സ്വീകാര്യൻ്റെ മേൽവിലാസക്കാരനെയോ അയച്ച ആളിൻ്റെയോ അറിവില്ലാകിയാൽ അത് നിഷേധിച്ചു എന്ന കുറിപ്പോടുകൂടി, റിജക്റ്റഡ് എന്ന കുറിപ്പോടുകൂടി ഡെത്ത് ലെറ്റർ ഓഫീസിലേക്ക് അയച്ചു കളയാണ് ചെയ്തത്. അങ്ങനെയോ ഡെത്ത് ലെറ്റേഴ്സ്, അതായത് അംഗീകരിക്കാൻ ആളുമില്ല അവരെ, അതൊക്കെ അങ്ങനെ ഒരു വിഭാഗത്തിൽ ഡെത്ത് ലെറ്റർ ഓഫീസിലേക്ക് തള്ളിക്കളയത്. കാരണം ഹൊക്കിറ്റക്കയിലുള്ള ഏതെങ്കിലും പാപിക്കെന്ന് പറഞ്ഞാൽ അവിടെ ആരും പാപിയല്ല എന്നുള്ളത്. പക്ഷെ പാപിയാണ്, പാപബോധം വരികയാണ് ഏറ്റവും രസകരമായിട്ട്. ഇങ്ങനെ ചില കത്തുകളൊക്കെ ചിലർക്ക് ടു ദ ഗോഡ് എന്ന് പറയുന്ന ഒരു കുട്ടി എഴുതിയ കത്തൊക്കെ വിശ്രുതമാണ്. അത് പോസ്റ്റ് ഓഫീസിൽ അവർ കൂടി ചേർന്നിട്ട് ആ കുട്ടിയുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നത്, ദൈവത്തിൻ്റെ അഡ്രസ്സ് എഴുതി ഒരു കത്ത് അയച്ചിരിക്കുക ഒരു കുട്ടി. അപ്പോൾ അതവർ പൊട്ടിച്ച് നോക്കുക, അവർ ചേർന്ന് ഒരു ഏകരായിട്ടല്ല, അവർ എന്താണ് ഇതിൻ്റെ കാര്യമെന്ന്. അപ്പോൾ ഒരു കൊച്ചു എഴുതിയിരിക്കുക വിഷമങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ ഉണ്ടായിരുന്ന എല്ലാ ജീവനക്കാരും ചേർന്ന് ആ കുട്ടിയെ സഹായിക്കുകയാണ്. അതൊരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. അത് സന്ദർഭവശാൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ പറയുകയാണ്, ദാവീദ് പറയുക, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയാം, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു എന്ന്. ദാവീദ് 16-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, യഹോവയെ ഞാൻ എപ്പോഴും എൻ്റെ മുമ്പാകെ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. എൻ്റെ മുമ്പാകെ ദൈവം ഉണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ പാപം വന്നിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഇങ്ങനെ നമ്മുടെ ചിന്തയിലേക്ക്, ബോധത്തിലേക്ക് മാഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമ്മൾ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞത് ഉപേക്ഷിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് പിന്നെ നമുക്ക് ആ കുറ്റബോധം നീങ്ങി പോവുകയാണ്. അത് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് നമ്മളിത് ഏറ്റു പറയാത്തത് കൊണ്ടാണ്. എന്തെങ്കിലും പാപങ്ങൾ, ആരോടെങ്കിലും തെറ്റ് ചെയ്തു അതൊക്കെ ഓർമ്മ വരും. ഇങ്ങനെ നമ്മുടെ മുമ്പിലാണോ എപ്പോഴും നമ്മളിങ്ങനെ മനസാക്ഷി കുത്തി തുടങ്ങുമെന്ന് പറയും. മനസാക്ഷി കുത്തുണ്ടെങ്കിൽ നമ്മളത് ദൈവത്തിൽ പരിശോധിച്ച് ഏറ്റു പറഞ്ഞ് പാപക്ഷമ യാചിച്ച് ഉപേക്ഷിക്കണം. അപ്പോൾ അത് മാറിപ്പോകും. അല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരമാക്കും. ഇവിടെ ദാവീദ് പറയും, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് എൻ്റെ ദുഃഖം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു മറ്റൊരു സംഗീതത്തിൽ പറയുന്നുണ്ട്. ഇതൊന്നുമല്ല, ദൈവം നമ്മുടെ മുമ്പിലിരിക്കണം, ദൈവം നമ്മുടെ ഉള്ളിലിരിക്കണം. ഇതിലൂടെ പറയണം, അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവിച്ചിരിക്കുന്നത്. അതാ അല്ലേ 6-ാമത്തെ വാക്യം. പിന്നെ നിർമ്മലനാകേണ്ട ഈസോപ്പ് കൊണ്ട് തന്നെ കഴുകണം. ഈസോപ്പ് തണ്ട് അവിടെ യാഗ രക്തത്തിൽ മുക്കി പാപക്ഷമ ആഗ്രഹമുള്ള വ്യക്തിയുടെ മുകളിൽ തളിക്കുന്നതാണ് പഴയ നിയമത്തിലത്. അത് ഓർത്തുകൊണ്ട് ദാവീദ് പറയുന്നത്, ഇതിൻ്റെ ഈസോപ്പ് കൊണ്ട് തന്നെ തളിക്കണമേ. ഹിമത്തേക്കാൾ വെളുക്കണം. ഹിമം പോലും പ്യുവർ അല്ല എന്ന് പറയും. നമ്മൾ മഞ്ഞ് കണ്ടാൽ നല്ല തൂവെള്ളയാണ്, പക്ഷെ അതുപോലും പ്യുവർ അല്ല. ഹിമത്തേക്കാൾ മോർ ദാൻ ദ മിസ്റ്റ്, അത് ഹിമത്തേക്കാൾ വെളുക്കണമെന്ന് പറയുന്നത്. സന്തോഷവും ആനന്ദം എന്നെ കേൾപ്പിക്കുമാർ നീ ഓടിച്ച് എൻ്റെ പാപങ്ങളെ കാണാൻ നിൻ്റെ മുഖം മറക്കേണ്ട അകൃത്യങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുതാക്കണമേ. വോൾട്ടയർ നിരീശ്വരവാദി എന്നറിയപ്പെടുന്ന ജർമ്മനിയിലെ തത്വശാസ്ത്ര വോൾട്ടയർ. എന്നാൽ അദ്ദേഹം ഈ എല്ലാത്തിനെയും അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിമർശനപ്പെടുത്തിക്കൊണ്ട് പലതും എഴുതും ദൈവവചനത്തിൽ നിന്നും. ബൈബിൾ വാക്യങ്ങളെ വിമർശനാത്മകമായിട്ട് എഴുതും. അങ്ങനെ എഴുതി വന്നപ്പോൾ 51-ാം സങ്കീർത്തനം എഴുതി വന്നപ്പോൾ നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവ് ആ നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിക്കണമേ എന്ന് വന്നപ്പോൾ അദ്ദേഹം അവിടെ നിർത്തിയെന്ന് പറഞ്ഞത്, പിന്നെ എഴുതാൻ പറ്റിയില്ലെന്ന്. അതാണ് തങ്ങളിലേക്ക് തന്നെ നോക്കുമ്പോൾ അവിടെ കുറ്റബോധം, പാപബോധം. എന്നാൽ അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് വരും. അതാണ് ലംഘനം മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ ദൈവത്തിൻ്റെ കരുണ ലഭിക്കുമെന്ന് സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്.
ലംഘനങ്ങൾ മറച്ചു വെക്കാതെ അത് അനുതാപത്തോടെ ഏറ്റുപറയുമ്പോൾ നമുക്ക് ദൈവം പാപക്ഷമ തരികയാണ്. മറിച്ച് നമ്മൾ ഏറ്റുപറയുന്ന ആ അവകാശം പറഞ്ഞുകൊണ്ട് ശത്രുവാകുന്ന സാത്താനാണ് നിരന്തരം നമ്മളെ കുറ്റപ്പെടുത്തുന്നത്, അവൻ നമ്മുടെ അനുഗ്രഹങ്ങൾ തടയുന്നത്. അതുകൊണ്ട് ദൈവം എപ്പോഴും കരുണയുള്ളവനാണ്. നമ്മൾ അടുത്ത് ചെല്ലണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. മുടിയും പുത്രനെ മടങ്ങി വരും ആഗ്രഹിച്ച ദൈവം. ഏതും തോട്ടത്തിൽ അവർ പാപം തെറ്റിയത് അവർ വിളിച്ചെന്ന് അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരിക, അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക, വെളിച്ചത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ അനുതാപം ഏറ്റവും മസ്റ്റായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഇവിടെ പറയുകയാണ്, നിൻ്റെ സന്നിധി നിന്നെ തള്ളുക, നിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് എടുക്കുകയും വരുതേ, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണേ, മനസ്സുരുക്കളും ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ഇവിടെ രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത് ജോയ് ഓഫ് ദ സാൽവേഷൻ. ദൈവം തരുന്നൊരു സന്തോഷമുണ്ട് ശുദ്ധ ഹൃദയത്തിന്. അത് ലോകത്തിനൊന്നും തരാനോ എടുത്തു കളയാനോ ലോകത്തിൻ്റെ ഒരു മോഹങ്ങൾക്കൊന്നിനും തരാൻ പറ്റത്താണ് ദൈവീയ സന്തോഷം. നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യം ദൈവം നമ്മൾ സ്വീകരിക്കണം. രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു ഹൃദയത്തിൽ, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു ഹൃദയത്തിൽ ഈ രക്ഷയുടെ സന്തോഷം ഉണ്ടാകും. അപ്പോൾ അവിടെ പറയുമ്പോൾ എന്നിട്ട് പരിശുദ്ധാത്മാവിൽ നിന്ന് എടുക്കുകയും വരുന്നത്. പഴയ നിയമത്തിൽ അങ്ങനെ ആത്മാവ് വന്നും പോയിക്കൊണ്ടിരുന്ന, പുതിയ നിയമത്തിൽ വരുമ്പോൾ എന്നേക്കും നിങ്ങളോട് ഇവിടെ വസിക്കേണ്ടവൻ ഞാൻ എൻ്റെ കാര്യസ്ഥനെ അയക്കുമെന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവും ദൈവം പുതിയ നിയമസഭയിലൊരു വിശ്വാസോടത്തിൽ വരുമ്പോൾ എന്നേക്കും അതിൽ വസിക്കുകയാണ്. പിന്നെ തെറ്റുകൾ പറ്റുമ്പോൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരും, അനുതാപം തരും. അങ്ങനെ നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ വിശുദ്ധിക്കെത്തോണ്ട് നമ്മൾ ശുദ്ധരാകേണ്ടത് നമ്മളെ ശുദ്ധീകരിക്കും, നമ്മളെ ശാസിക്കും, ശിക്ഷണം തരും, എല്ലാത്തിൽ കൂടെ നമ്മൾ നടത്തും. ഇവിടെ എന്നിട്ട് പറയുകയാണ്, അങ്ങനെയാകുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യും. എന്താണ് 13-ാമത്തെ വാക്യത്തിൽ? അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികൾ ഉപദേശിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരിയും. ഞാനങ്ങ് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുമ്പോൾ മറ്റുള്ളവർ നിങ്ങളിലേക്ക് വരും. എത്ര ജീവിതങ്ങളെ സാക്ഷ്യങ്ങൾ മറ്റൊരു സാക്ഷികൾ ഉളവാക്കുന്നത്. രക്തവാദം തന്നെ വിടുവിക്കണമെന്നാൽ നീതി ഘോഷിക്കും, കർത്താവ് എൻ്റെ അതിനൊക്കെ തുറക്കണം, എൻ്റെ വായ നിൻ്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നിശ്ചയിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അപരിക്കുമായിരുന്നു. ഹോമയാഗത്തിന് പ്രസാദവുമല്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങൾ, ഹോമയാഗങ്ങൾ, നീ സർവാംഗ ഹോമങ്ങൾ പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളുകൾ ബലിയായി അർപ്പിക്കും. ബലിപീഠത്തിന്മേൽ മുറിച്ച് വെച്ചിരിക്കുന്ന യാഗവസ്തു അത് അറുത്തറുത്ത് ഇങ്ങനെ വെച്ചിരിക്കുക എന്ന് പറഞ്ഞ പോലെ നുറുങ്ങിയ ഒരു ഹൃദയം, അതിലാ ദൈവം പ്രസാദിക്കുന്നത്. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം ടുളോണിലെ കാരാഗ്രഹം സന്ദർശിച്ച് ജർമ്മൻ കിരീടാവകാശിയോട് ചേർന്നുള്ള ഒരു സംഭവമുണ്ട്. ഈ കിരീടാവകാശിയായ ഈ കാരാഗ്രഹം സന്ദർശിച്ചപ്പോൾ ആ രാജകുമാരനോട് പറഞ്ഞു, കമാൻഡർ അറിയിച്ചു, ഒരു തടവുകാരനെ സ്വതന്ത്രനാക്കാം. അപ്പോൾ ഈ രാജകുമാരൻ മുമ്പോട്ട് പോയി ഓരോ തടവുകാരോട് സംസാരിക്കുക. അപ്പോൾ എല്ലാവരും പറയാം, ഞാനത് ചെയ്തിട്ട് എല്ലാവരും തെറ്റിദ്ധരിച്ച് അങ്ങനെ ഓരോരുത്തരും നീതീകരണം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു വ്യക്തി മാത്രം പറഞ്ഞു, അയ്യോ രാജകുമാര, ഞാൻ ചെയ്ത തെറ്റിനെ ഓർക്കുമ്പോൾ എനിക്ക് വധശിക്ഷ കിട്ടേണ്ടത്, പക്ഷേ എനിക്ക് ഇത്രയെല്ലാം ശിക്ഷ കിട്ടുമെന്ന് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇരിക്കുക. ഞാൻ ചെയ്ത തെറ്റിനാണ് എനിക്ക് ശിക്ഷ കിട്ടുന്നതെന്ന് പറഞ്ഞു. പിന്നെ രാജകുമാരൻ പറഞ്ഞു, ആ വ്യക്തിയെ മോചിപ്പിക്കാൻ പറഞ്ഞു. കാരണം അവന് പാപത്തെക്കുറിച്ച് ബോധം വന്നു. മറ്റുള്ള എല്ലാം സ്വയം നീതീകരിക്കുക, അവർ തെറ്റ് ചെയ്തില്ല എന്ന് പറയുക. നമ്മൾ ദൈവത്തിൻ്റെ വരവ് തന്നെ സംഭവിക്കുന്നത്. നമ്മളെ തന്നെ അർപ്പണം ചെയ്യുമ്പോൾ, സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ തെറ്റുകളെ ക്ഷമിക്കുകയാണ്. ദൈവത്തിൻ്റെ മനസ്സലിയുകയാണ്. നമ്മുടെ മനസ്സ് നുറുങ്ങുമ്പോൾ, നമ്മുടെ ഹൃദയം നുറുങ്ങുമ്പോൾ, നമ്മൾ ചിന്തിക്കുക, യാഗപീഠത്തിൽ കാളയാകട്ടെ മാടാകട്ടെ എന്തിനെയാണോ അറുത്തറുത്ത് ചോലൊക്കെ ഉരിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെ നമ്മുടെ ഹൃദയം അനുതാപത്താൽ വിരിങ്ങിപ്പൊട്ടുമ്പോൾ തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയം പാപബോധത്താൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരും. ദൈവം ഒരിക്കലും നിരസിക്കില്ല. അതാണ് ഏറ്റവും വലിയത്. അപ്പോൾ ഹനനയാകവും ഹോമയാകവും ഒന്നും നിനക്ക് പ്രസാദമല്ല, നീ പ്രസാദിക്കുന്നില്ലെന്ന് അവിടെ പറയുന്നത്. തകർന്ന ഹൃദയത്തെ നിരസിക്കാത്തൊരു ദൈവം, ആ ദൈവസ്നേഹത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട പുത്രൻ ക്രൂശിൽ നമുക്ക് വേണ്ടി തകർന്നു. നമ്മുടെ തകർച്ചകളെ നീക്കാനാണ്. അതുകൊണ്ട് നമുക്ക് തകർന്ന ഹൃദയവുമായ ദൈവസന്നിധിയിലേക്ക് അടുത്ത് എന്നുകൊണ്ട്, കർത്താവെ ഞങ്ങൾ നിർമ്മലീകരിക്കണമേ, ഹിമത്തെക്കാൾ നിർമ്മലീകരിക്കണം, നിൻ്റെ വിശുദ്ധിക്കത്തോടെ ഞങ്ങൾ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നിർമ്മലമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് എപ്പോഴും തരണമേ. ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയിലുള്ള സ്നേഹം ഞങ്ങൾക്ക് തരണമേ പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, മനോഹരമായ ഒരു ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളുടെ പാപക്ഷമയ്ക്ക് വേണ്ടി പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് പകരമായി ക്രൂശിൽ യാഗമായി തീർന്ന പുത്രൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നപ്പോൾ ഞങ്ങളുടെ ഹൃദയവും അതുപ്രകാരം നുറുക്കപ്പെടട്ടെ. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കിയെടുങ്ങനെ മോചിപ്പിക്കണമേ എന്ന് സംഘത്തിന് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾക്ക് ബോധം വരുന്നതും ബോധം വരാത്തതും അവ്യക്തമായ തെറ്റുകളെല്ലാം നിൻ്റെ പ്രകാശത്താൽ കണ്ട് അനുതാപത്തോടെ ഞങ്ങളിതെല്ലാം കർത്താവ് ഏറ്റുപറഞ്ഞ് നിൻ്റെ
ആത്മാവിനാൽ ഞങ്ങൾ കഴുകപ്പെട്ട് നിൻ്റെ ആത്മാവ് നിറഞ്ഞവരായി ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി ഞങ്ങളെ മാറ്റണമേ. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിൻ്റെ കൃപയെ ഞങ്ങളെ പൊതിയണമേ. രക്തത്താൽ കഴുകണമേ. പുത്രനാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ.